ഹായ്, ഗുഡ് മോർണിംഗ്. ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന മെഷർമെൻറ്റ് ഇതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ബോർഡിൽ പഠിച്ചു. അത് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യാം. 03 ഉള്ളൊരു കുഞ്ഞിൻ്റെ മെഷർമെൻറ്റാണ് ഈ എടുത്തേക്കുന്നത്. നമ്മൾ എടുത്തേക്കുന്നത് ഡ്രസ്സെന്ന് പറഞ്ഞാൽ ഒരു ചുളുങ്ങിയ ഡ്രസ്സാണ്. ഇങ്ങനെയുള്ള ഡ്രസ്സ് നമ്മളെപ്പോഴും അയൺ ചെയ്ത് ക്ലീൻ ആക്കി ഇതുപോലെ എടുത്തതിന് ശേഷമേ മെഷർമെൻറ്റ് ചെയ്യാവുള്ളൂ. അതിൽ നമ്മൾ ആദ്യം അതിൽ ഷോൾഡർ എത്രയാണോ ആ ഷോൾഡറാണ് ഈ മാർക്ക് ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് കാണുന്ന ഷോൾഡർ 3.75 എന്നാണ്. അതവിടെ മാർക്ക് ചെയ്തു. അതിൻ്റെ തൊട്ട് താഴേക്ക് നമ്മൾ ആം ഹോളാണ് മാർക്ക് ചെയ്യണത്. ഷോൾഡർ മാർക്ക് ചെയ്തു. ഷോൾഡറിൻ്റെ താഴെ ആ സെയിം പോയിൻറ്റിൽ താഴോട്ട് 3.75 തന്നെ എത്രയാണോ നമ്മൾ ഷോൾഡർ എടുത്ത് അത് തന്നെ ഷോൾഡറായിട്ട് മാർക്ക് ചെയ്തു. അത് തന്നെയാണ് ആം ഹോളായിട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ ഷോൾഡർ നേരെ താഴോട്ട് ആം ഹോൾ മാർക്ക് ചെയ്തു. ആം ഹോളിൻ്റെ പോയിൻ്റ് വരുന്ന ആ ഭാഗത്താണ് നമ്മുടെ ചെസ്റ്റ് വരുന്നത്. ഈ ചെസ്റ്റിൻ്റെ അളവ് നമുക്ക് ഇവിടെ ഞാനെടുത്ത മെഷർമെൻറ്റിൽ 4.75 ആണ്. അപ്പോൾ ഞാനതിൽ ടേപ്പിൽ അളന്നെടുത്തിട്ട് 4.75 അവിടെ മാർക്ക് ചെയ്തു. ഈ 4.75 എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാക്റ്റ് ഫിറ്റാണ്. കറക്റ്റ് നമ്മുടെ ബോഡി ഫിറ്റിൽ വരും. അതിൽ നമ്മൾ ഒരു 1/2 ഇഞ്ച് ലൂസ് എക്സ്ട്രാ വിടണം. 1/2 ഇഞ്ച് ലൂസ് വിട്ടു. പിന്നെ നമുക്ക് തയ്യൽ തുമ്പ് വേണമല്ലോ, അതിന് ഞാനൊരു 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ളൂ. കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിനൊന്നും അധികം തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് എന്നിട്ട് അതിനൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. അത് ഞാനിപ്പോൾ കൈകൊണ്ട് വരച്ചെന്നുള്ളൂ. നമുക്ക് സ്കെയിലുണ്ട്. സ്കെയിൽ യൂസ് ചെയ്തിട്ട് വരച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. അത് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. പിന്നെ അതിന് മുമ്പ് ഞാനൊരു കാര്യം അടയാളപ്പെടുത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയി. നമ്മളൊരു ഡ്രസ്സ് ഗാർമെൻറ്റ് എടുക്കുമ്പോൾ ആദ്യം നമ്മൾ മെഷർ ചെയ്യേണ്ടത് ഫുൾ ലെങ്താണ്. അത് ഞാനവിടെ മെഷർ ചെയ്യാൻ ആദ്യം വിട്ടുപോയിരുന്നു. നിങ്ങളൊരിക്കലും അങ്ങനെ ചെയ്യരുത്. ഫുൾ ലെങ്ത് ആദ്യം മാർക്ക് ചെയ്യുക. എത്രയാണോ വേണ്ടത് ആ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. നമുക്കത് സ്കെയിലുണ്ടെങ്കിൽ അത് വെച്ച് യൂസ് ചെയ്യുമായിരിക്കും കൂടുതൽ കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇതുപോലെയുള്ളൊരു സ്കെയിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അതിന് 10-30 രൂപ ഉണ്ടാവുള്ളൂ. ആ സ്കെയിൽ വാങ്ങിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്താൽ നമ്മുടെ ലൈൻസ് എല്ലാം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. വളവും ചേരുവൊന്നും ഉണ്ടാകാതെ ക്ലിയർ ആയിട്ട് കിട്ടും. അതിൽ സ്കെയിലിൽ ഒരു സൈഡ് ഇഞ്ചും ഒരു സൈഡ് സെൻറ്റിമീറ്ററുമാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു, ആം ഹോൾ മാർക്ക് ചെയ്തു, ചെസ്റ്റ് മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇനി നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഫുൾ ലെങ്ത് എൻഡ് ചെയ്ത് എവിടെയാണ്? അത് നമ്മുടെ കുട്ടി ഉടുപ്പാണല്ലോ, അരയുടെ അവിടെ വരെയല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഉടുപ്പിൻ്റെ നമ്മുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് ഏറ്റവും താഴത്തെ പോർഷൻ തന്നെയായിരിക്കും. അപ്പോൾ ആ വേസ്റ്റ് റൗണ്ട് നമുക്ക് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ സെയിം തന്നെയായിരിക്കും. ചെസ്റ്റ് തന്നെയായിരിക്കും വേസ്റ്റ് റൗണ്ടും വരുന്നത് സെയിം. അതുപോലെ തന്നെ ഞാൻ 4.75 മാർക്ക് ചെയ്തു. 1/2 ഇഞ്ച് ലൂസ് കൊടുത്തു, 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് അവിടെ എഴുതി. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട്, അതായത് ചെസ്റ്റും വേസ്റ്റ് റൗണ്ടും കൂടെ തമ്മിലുള്ള ലെങ്ത്ത് എത്രയാണെന്ന് നോക്കി അതിൻ്റെ മിഡ് പോയിൻറ്റ്, അതിൻ്റെ കൃത്യ നടുഭാഗം എത്രയാണോ എന്ന് നോക്കുക. ആ നടുവിൻ്റെ അവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ട് വേസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ മറ്റ് ചുരിദാർ പോലുള്ള ഗാർമെൻറ്റ്സ് ചെയ്യുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ആവശ്യം. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ആകുമ്പം വലിയ വ്യത്യാസം വരത്തില്ല. അപ്പം ഞാനത് 4.75 എന്നുള്ളത് 4 മിഡ് പോയിൻ്റ് ഇട്ടത്. പിന്നെ 1/2 ഇഞ്ച് ലൂസും 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ആം ഹോൾ വിടണം. ആം ഹോളിൻ്റെ അവിടെ നമ്മൾ കേർവ് വരയ്ക്കണ്ടേ. കേർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ട്രിക്കുണ്ട്. ട്രിക്ക് ചെയ്യേണ്ട ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇത് വെച്ചേക്കുന്നത് പോലെ നമ്മുടെ ലൂസ് വഴി ഇട്ട് എവിടെയാണോ അവിടം വരെയുള്ള ലെങ്ത് എടുത്തിട്ട് അതിൻ്റെ പകുതി എത്രയാണോ അത് ഇതുപോലെ മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്തതും പിന്നെ മുകളിലത്തെ ഷോൾഡർ ആം ഹോൾ വരച്ച ലൈനിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടിട്ട് ആ മിഡ് പോയിൻറ്റിലും ഇതും, അതായത് നമ്മൾ പകുതി എടുത്ത് വരച്ച ആ പോയിൻറ്റിലൂടെ നമ്മുടെ ലൂസ് വന്നത്, താഴത്തെ ചെസ്റ്റിൻ്റെ ലൂസ് വന്നേക്കുന്നത്, അതായത് തയ്യൽ തുമ്പല്ല ലൂസ് വന്നേക്കുന്നത് എവിടെയാണോ അവിടം വരെ ഉള്ള ആ ഒരു കേർവ് അങ്ങനെ വരയ്ക്കുക. ഇനി ഇത് വരയ്ക്കാൻ വേണ്ടി നമുക്കൊരു എളുപ്പവഴിയുണ്ട്. നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു ഫ്രഞ്ച് കേർവ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അത് വെച്ച് വരയ്ക്കാം. ഇപ്പം ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡറിന് നമുക്കൊരു ചെരിവ് വേണമെന്ന് പറഞ്ഞിരുന്നത് ഒരു 1/4 ഇഞ്ച് താഴ്ത്തി നമ്മളൊരു മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ചെരിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ 1/4 ഇഞ്ച് കഴിഞ്ഞിട്ട് താഴോട്ടുള്ള നമ്മുടെ ഈ അളവ് ആം ഹോൾ നമ്മൾക്ക് ആദ്യം കിട്ടിയ ആം ഹോളിൻ്റെ അളവ് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അതാണ് ഇപ്പോൾ ഈ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അതായത് ഇപ്പം 6 നമ്മുടെ ആം ഹോളെങ്കിൽ ആ റൗണ്ട് 6 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ഈ കൊച്ചുടുപ്പിൻ്റെ കാര്യത്തിൽ അത്രയും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട. മറ്റുള്ള ഗാർമെൻറ്റ്സിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തത് നെക്സ്റ്റ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യണം. ഇവിടുത്തെ കേസിൽ നമുക്ക് നെക്ക് വിഡ്ത്ത് നമ്മൾ 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. നെക്ക് വിഡ്ത്ത് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടുന്ന് നെക്സ്റ്റ് വരേണ്ടത് ഫ്രണ്ട് നെക്ക് ലെങ്തും ബാക്ക് നെക്ക് ലെങ്തും അടയാളപ്പെടണം.
അടയാളപ്പെടുത്തണം. അതായത് ഫ്രണ്ടിലെ നെക്കിൻ്റെ ഇറക്കവും ബാക്കിലെ നെക്കിൻ്റെ ഇറക്കവും. അതാണ് ഫ്രണ്ട് നെക്ക് ലെങ്തും ബാക്ക് നെക്ക് ലെങ്തും. അത് രണ്ടും നമ്മൾ മാർക്ക് ചെയ്തു. ഫ്രണ്ട് നെക്ക് ലെങ്ത് വരുന്നത് നമുക്ക് ഇവിടെ 2 ആയിരുന്നു, ബാക്ക് നെക്ക് ലെങ്ത് വരുന്നത് 1.5 ആയിരുന്നു. അപ്പോൾ അത് രണ്ടും ഇങ്ങനെ മാർക്ക് ചെയ്തു. അവിടെ നമുക്ക് സ്ക്വയർ നെക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ലെങ്കിൽ കേർവ് നെക്ക് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. അപ്പോൾ നമ്മൾ കേർവ് എടുക്കുന്നത് ഇതിലിപ്പോൾ നമ്മൾ കേർവാണ് എടുക്കുന്നത്, കാരണം സാധാരണ കുട്ടിയുടുപ്പുകൾക്കെല്ലാം ഒരു കേർവ് നെക്കാണ് വരാറ്. അതിന് വേണ്ടി ഇതാണ് ഫ്രഞ്ച് സ്കെയിൽ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് നമുക്ക് കേർവ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാക്റ്റ് കേർവ് കിട്ടും. അതിന് നമ്മളിപ്പോൾ ഈ 1/2 ഇഞ്ച് അല്ലെങ്കിൽ പകുതി എടുക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഫ്രഞ്ച് കേർവ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ കേർവുകൾ പെട്ടെന്ന് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റും. അതിൻ്റെ എഡ്ജുകൾ തമ്മിൽ വരുന്ന പോർഷൻ കറക്റ്റായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ടും നെക്ക് വിഡ്ത്തും ആം ഹോളും എല്ലാം മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ടോപ്പിൻ്റെ സൈഡ് പോർഷൻ വരയ്ക്കണം. അതിന് നമ്മൾ ഇവിടെ ലൂസ് വന്നത് എവിടെയാണോ ആ ലൂസ് പോർഷനുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. അതായത് നമ്മൾക്ക് അളവ് എത്രയാണോ വന്നത് ആ അളവിൽ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് ലൂസ് ഇട്ടില്ലേ, ആ ലൂസ് വരെയുള്ളത് കൂട്ടി യോജിപ്പിക്കണം. പിന്നെ തയ്യൽ തുമ്പിട്ടാർന്ന മാർക്കുകളില്ലേ, അതും അതുപോലെ തന്നെ ജോയിൻ ചെയ്യിക്കണം പരസ്പരം. അത് കഴിവതും ഇങ്ങനെ ഒരു കൂർത്ത് വരാതെ ഒരു കേർവ് പോലെ എപ്പോഴും എടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ച് വരച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ആ കോൺ വരരുത് ഒരിക്കലും. അവിടെ ഒരു കേർവായിട്ട് പോകണം, അതങ്ങനെ വരരുത്, ഇങ്ങനെ കേർവായിട്ട് വരണം. അല്ലെങ്കിൽ അത് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ അവിടെ ഒരു ഷേപ്പ് അത് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല നമുക്ക്. പിന്നെ നമുക്ക് വേണ്ട അവിടെ നിന്ന് ചിരിച്ച് വരയ്ക്കാനുള്ള ഷോൾഡർ ചിരിച്ച് വരയ്ക്കണം. ഒരു 1/4 ഇഞ്ച് അളവിൽ നമ്മൾ ഷോൾഡറും ചിരിച്ച് വരച്ചു. ഇനി നമുക്ക് അപ്പം നമ്മുടെ ഡ്രോയിങ് ഓൾറെഡി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്, ഇതെല്ലാം ആ അളവിൽ വരച്ച അതേ പോർഷനിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ദേ ഇവിടെ കട്ട് ചെയ്തെടുക്കുവാണ്. കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് ബാക്കും ഫ്രണ്ടും പോർഷൻ വ്യത്യാസമുണ്ട് ഇല്ലേ. ബാക്കിലെ കഴുത്തിന് ഇറക്കം കുറവാണ്. അപ്പം നമ്മൾ ആദ്യം തുണി കട്ട് ചെയ്യുമ്പോൾ ബാക്ക് വേണം കട്ട് ചെയ്തെടുക്കാൻ. അതായത് ബാക്കിലെ പോർഷൻ ഏതാണോ വരച്ചേക്കണത് അത് കട്ട് ചെയ്യുക. കാരണം ഇവിടെ കൈക്കുഴിയും ഫ്രണ്ട് പാർട്ടിൻ്റെ കൈക്കുഴി നമ്മളൊരു 1/4 ഇഞ്ച് കുഴിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം നമ്മൾ തുണി വെട്ടുമ്പോൾ ആദ്യം ബാക്ക് ഏതാണോ ആ ഭാഗം, അതായത് കുറവുള്ള ഏതാണോ അത് കട്ട് ചെയ്തെടുക്കുക. അതായത് ബാക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഈ ബാക്ക് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഫ്രണ്ടിനെ സെപ്പറേറ്റ് ഇട്ടിട്ട് വേണം കൈക്കുഴി കുഴിച്ചു കൊടുക്കാനും. പിന്നെ ഫ്രണ്ടിലെ നെക്കിൽ എക്സ്ട്രാ ഉള്ള അകലം, അതായത് ഇപ്പോൾ 2 ഇഞ്ചാണ് ഇവിടുത്തെ കേസിൽ, അപ്പോൾ ബാക്കിന് 1.5 ഉള്ളൂ. അപ്പോൾ ആ 1/2 ഇഞ്ച് കൂട്ടി കഴുത്ത് ഇറക്കം കൊടുക്കണമെങ്കിൽ അതും ഫ്രണ്ട് പാർട്ട് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. ആ കേർവ് നമ്മൾ കത്രിക കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കറുമുറു എന്ന രീതിയിലേക്ക് വരാതെ നല്ല ക്ലിയർ ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് പഠിക്കണം. എങ്കിലേ തുണിക്ക് ഒരു പെർഫെക്ഷൻ വരത്തുള്ളൂ. നമ്മൾ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്തെടുത്ത് അതങ്ങ് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റരുത്. ഇതിപ്പോൾ ക്യാമറയിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നത്. ആ വെച്ച അതേ പോർഷനിൽ നമ്മൾ മൂവ് ചെയ്ത് കട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും പെർഫെക്റ്റായിട്ട് വരിക. കഴിവതും തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതിരിക്കുക. ഇനി ഇതിൽ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുക്കുക. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ രീതിയിലായിരിക്കും നമുക്ക് തുണീനെ കിട്ടുന്നത്. അതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക, പിന്നീട് നമുക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്ക് ഏതാ ഫ്രണ്ട് ഏതാന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി തുണികൾ രണ്ടും ഒരേ പോർഷനിൽ നിവർത്തിയിട്ടിട്ട് ഫ്രണ്ട് പാർട്ട് ഏതാണോ ആ ഫ്രണ്ടിനെ നമ്മൾ കറക്റ്റായിട്ട് വെക്കണം. അതിൻ്റെ ജോയിൻസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവില്ല, അതൊന്ന് അടുക്കി ക്ലിയർ ആയിട്ട് തുണി നേരെ അതേ പൊസിഷനിൽ തന്നെ വെച്ചിട്ടേ അത് കട്ട് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും കയറി ഇറങ്ങി പോകും. തുണിയെല്ലാം നേരെ അതുപോലെ അടുക്കി വെച്ചു. എന്നിട്ട് ഫ്രണ്ടിലെ കഴുത്ത് വെട്ടിയെടുക്കണം. ഇങ്ങനെ മാറ്റി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, തുണിയൊന്ന് ജസ്റ്റ് പൊക്കി പിടിച്ചിട്ട് ചെയ്താലും മതി. അപ്പം ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മാറ്റിയിട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ കഴുത്ത് കട്ട് ചെയ്തു. അതുപോലെ തന്നെ 1/4 ഇഞ്ച് കൈക്കുഴി, അതായത് നമ്മുടെ ആം ഹോള് കുഴിച്ചു കൊടുക്കണം. അത് ഫ്രണ്ട് പോർഷന് അങ്ങനെ വേണം, കാരണം നമ്മുടെ എങ്കിൽ ആ സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഒരു 1/4 ഇഞ്ച് കുറച്ച് കുഴിച്ചു കൊടുത്താൽ മതിയാവും.
അതും കട്ട് ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൽ ഫ്രണ്ട് എന്ന് എഴുതി വെച്ചു. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നെക്കൊന്ന് ഫിനിഷ് ചെയ്യണം. അതിന് നെക്ക് ഫിനിഷ് ചെയ്യുന്നതിന് നമ്മളിത് രണ്ടായിട്ട് കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, അതിന് ശേഷമാണെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. ഇപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ പീസ് തുണി ഇതുപോലെ എടുത്ത് ആദ്യം ഫ്രണ്ട് കഴുത്ത് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കഴുത്ത് റെഡിയാക്കി കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ തുണി ചെറിയ ആ ഒരു കഴുത്തിൻ്റെ അകലത്തിന് ഇപ്പുറത്തേക്ക് ഒരു ഇഞ്ച് വീതി 3 സൈഡിലേക്കും, അതായത് മോൾ പോർഷനിൽ വേണ്ട താഴേക്കും ഇതുപോലെ ഒരു ഇഞ്ച് തുണിയിലേക്ക് കയറി വരത്തക്ക രീതിയിൽ ഉള്ള ഒരു ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ആ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നല്ല വശം, അതായത് തുണിയുടെ നല്ല വശത്ത് നമ്മൾ ആ ക്ലോത്ത് അങ്ങനെ തന്നെ വെച്ച്, ഇതുപോലെ നമ്മളുടെ ക്ലോത്ത് പിന്ന് കിട്ടും നമുക്ക് മേടിക്കാനായിട്ട്, ആ നല്ല വശത്തേക്ക് ക്ലോത്ത് പിന്ന് ചേർത്ത് വെച്ച്, അതായത് 1 ഇഞ്ച് 3 സൈഡിലേക്കും താഴെയും 2 വശങ്ങളിലും 1 ഇഞ്ച് എക്സ്ട്രാ വേണം. ആ ലെവലിൽ നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കുക. ഇതൊരു പെർഫെക്ഷനായിട്ട് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ക്രോസ് പീസ് വെച്ച് നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുത്തിട്ട് ആ ക്രോസ് പീസ് ജോയിൻ ചെയ്തിട്ട് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷനും കൂടിയാണ്, അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും അത് ഏറ്റവും പെർഫെക്റ്റായിട്ട് നമുക്ക് വരുന്നത്, നമുക്ക് കുറച്ചും കൂടി ഒരു ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്നത്. ഇതിൽ സ്ക്വയർ എടുക്കുന്ന സാധനത്ത് നമ്മൾ കറക്റ്റ് ആ നെക്കിൻ്റെ പോർഷനിൽ തന്നെ, അതായത് സ്റ്റിഫൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ പെർഫെക്റ്റായിട്ട് മറ്റ് ഡ്രസ്സുകളിലേക്ക് ചെയ്യുമ്പം ചെയ്യാണ്ട് വരും. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ അതേപ്പറ്റി ചിന്തിക്കേണ്ട. ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ പീസ് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് 1 ഇഞ്ച് 3 സൈഡിലേക്കും എക്സ്ട്രാ വരത്തക്ക രീതിയിൽ ബാക്കിലും ഫ്രണ്ടിലും അങ്ങനെ പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ പിൻ ചെയ്ത ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിൽ നല്ല വശത്ത് നമ്മളത് വെച്ചേക്കുന്നത് അതിൻ്റെ നമുക്ക് ആ ക്ലോത്തിന് കറക്റ്റായിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ക്ലോത്തിന് കറക്റ്റായിട്ട് ഒരു 1/2 ഇഞ്ച് വീതിയിൽ നമുക്ക് സ്ക്വയർ നെക്കല്ലല്ലോ വേണ്ടത്, ഒരു യു പോലത്തെ നെക്കാണ് വരേണ്ടത്. ആ യു നെക്കിൽ കറക്റ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. കണ്ടില്ലേ? വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം, അല്ലെങ്കിൽ അത് കയറി ഇറങ്ങിയൊക്കെ പോകാൻ വഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെയ്യുമ്പോൾ വളരെ പതുക്കെ ചെയ്യുക, ഒത്തിരി ധൃതി പിടിച്ച് ചെയ്യാൻ നോക്കരുത്. എങ്കിലേ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടത്തുള്ളൂ. എടുത്ത് നമ്മൾ എടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുഭാഗം കട്ട് ചെയ്തത് എനിക്ക് ക്യാമറയിൽ കിട്ടിയില്ല, ഞാനത് ഒന്നുകൂടെ കാണിച്ചു തരാം. ബാക്ക് പോർഷനിൽ ചെയ്യുന്നതിൻ്റെത് ബാക്ക് പോർഷനിൽ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തായിരുന്നു. ഇതുപോലെ അതിൻ്റെ ആ എക്സ്ട്രാ കിടക്കുന്ന പോർഷനില്ലേ, നടുഭാഗത്തെ നെക്ക് നമ്മൾ കട്ട് ചെയ്ത് ആ അളവിൽ തന്നെ നമ്മുടെ ആ നടുഭാഗത്തെ ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റുക, ആ സ്ക്വയർ പീസിൻ്റെ. എന്നിട്ട് ഒരു നോച്ചിട്ട് കൊടുക്കുക, കാരണം ഇത് തിരിച്ചിടാൻ എളുപ്പത്തിന് വേണം. അത് ഒരേ സൈഡിലേക്ക് തന്നെ നോച്ചിട്ട് ചെരിച്ച് അതായത് ആ സ്റ്റിച്ചിന് അപ്പുറത്തേക്ക് കടന്നു പോകാതെ ശ്രദ്ധിച്ച് ഇതുപോലെ ഓരോ ചെറിയ നോച്ചുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലോത്തിന് തിരിച്ചിടാൻ കുറച്ചും കൂടെ ഈസി ആവും, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇങ്ങനെ പിടുത്തം ഉണ്ടാവും. അപ്പോൾ ഇതിനെ ഇപ്പം നമ്മൾ എടുത്ത ആ സ്റ്റിച്ചിന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് വിരൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ട് മറിച്ചിടുവാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും മറിച്ചിടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെറുതായിട്ടെടുത്തു അതിനെ തിരിച്ച് മറിച്ചിടുക. കണ്ടോ? അപ്പോൾ നമ്മുടെ നെക്ക് ഫിനിഷായി കിട്ടിയത് കണ്ടോ? പെർഫെക്റ്റായിട്ട് നെക്ക് വന്നത് കണ്ടോ? നമുക്കിതിൻ്റെ മുകളിലൊരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം, പക്ഷേ അതിപ്പോൾ ഇട്ട് കൊടുക്കണ്ട. അതിൻ്റെ കാരണം ഞാൻ പിന്നീട് പറയാം. എന്നിട്ട് നമ്മൾ ഈ തുണിയെ സെപ്പറേറ്റ് ചെയ്യുവാണ്. ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല, നമ്മൾ തുണിയെ രണ്ടായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു, കാരണം നമുക്ക് കെട്ടിടാനുള്ളതല്ലേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ടിനെയും കൂടെ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തിട്ട് നമുക്കിതിനെ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പോർഷനാണെങ്കിൽ ആ തുണീനെ തിരിച്ചിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ മടക്കി അടിക്കാം. ഈ അരിക്, അതായത് 2 സൈഡിൻ്റെ എഡ്ജ് തമ്മിൽ ഇങ്ങനെ ഒരു മടക്കം, ഒരു 1/4 ഇഞ്ച് വീതിയിലും പിന്നെ ഒരു 1/2 ഇഞ്ച് വീതിയിലും ആയിട്ട് നമുക്കിങ്ങനെ അതങ്ങ് മടക്കി അടിച്ച് വെക്കാം. പക്ഷെ അങ്ങനെ വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ തുണിയുടെ ലെങ്ത്, അതായത് കുഞ്ഞുടുപ്പുകളുടെ കാര്യത്തിൽ കുഴപ്പമില്ല, കാരണം കെട്ടിയിടാനുള്ളതല്ലേ. മറ്റുള്ള തുണികൾ നമ്മൾ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. കെട്ടിയിടാനുള്ളതുകൊണ്ട് ഇതിന് കുഴപ്പമില്ല.
നമ്മളത് അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറൊരു ഇതുപോലെ 2 പീസ് എടുത്തിട്ട് ആ പീസ് ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് വെക്കുവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുണിയുടെ അവിടുത്തെ ഒരു ഗ്യാപ്പ് വരാതിരിക്കും. മടക്കി അടിക്കുമ്പോൾ അത്രയും ഗ്യാപ്പ് ഉണ്ടാകത്തില്ലേ. അപ്പോൾ ആ ഗ്യാപ്പ് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഗ്യാപ്പ് ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെയാണ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആകുന്നത്. നമുക്കത് മറ്റുള്ള ഡ്രസ്സുകൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് കേട്ടോ. അതിന് ആദ്യം ആ പീസ് എടുത്തത്, അതായത് നമുക്ക് ഒരു 1.5 ഇഞ്ച് വീതിയിലുള്ള ഒരു തുണിയും എത്രയാണോ നമ്മുടെ കുഞ്ഞുടുപ്പിൻ്റെ ലെങ്ത്ത്, അതായത് അതും കൂടെ എത്രയാണെന്ന് നോക്കി ആണ് നമ്മൾ ആ 2 പീസുകൾ എടുക്കണം. എന്നിട്ട് അതിലൊരു 1/4 ഇഞ്ച് വീതിയിൽ ആ പീസ് എടുത്തിട്ട് ഒന്ന് ആദ്യം ചേർത്തിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വിടുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ തുണിയുടെ, അതായത് നമ്മൾ കട്ട് ചെയ്ത പീസിൻ്റെ നല്ല വശവും അതായത് ആ പീസിൻ്റെ നല്ല വശം, അതായത് മടക്കി അടിച്ച് വന്നതിൻ്റെ നല്ല വശത്തിൻ്റെ എഡ്ജും സ്റ്റിച്ച് ചെയ്ത ഭാഗം തുണിയുടെ എഡ്ജിനോട് ചേർന്നല്ല, തിരിച്ചു വരത്തക്ക രീതിയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ വെച്ചിട്ട്, അതായത് ആ പീസിൻ്റെ നല്ല വശവും നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് ഇനി ഒന്ന് ശ്രദ്ധിക്കണം എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഈ നമ്മൾ അങ്ങനെ അടിച്ചതിനെ നേരെ ഒന്ന് നിവർത്തി പ്രസ് ചെയ്യുക. എന്നിട്ട് ആ മടക്കിയതിനെ ബാക്കിലോട്ട് വെക്കണം. അതായത് നമ്മുടെ ആ ക്ലോത്തിൻ്റെ ഇതിനധികം വ്യക്തമായിട്ട് ഒന്നുകൂടെ കാണിച്ചാൽ, നമ്മളിങ്ങനെ അടിച്ചു, അതിനെ ഒന്ന് പ്രസ് ചെയ്ത് മടക്കി എടുത്തിട്ട് ആ അടിച്ചതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് ഒരു 1/2 ഇഞ്ച് വീതിയിൽ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. ഉണ്ടോ, മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ വരും. ഇതിനാണ് ബോർഡർ പൈപ്പിംഗ് എന്ന് പറയുന്നത്. ഈ ബോർഡർ പൈപ്പിംഗ് ചെയ്യുവാണ് നമ്മളിങ്ങനെയുള്ള ഡ്രസ്സിന് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ പെർഫെക്ഷൻ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ബോർഡർ പൈപ്പിങ്ങിനെ തിരിച്ച് വെച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ മടക്കി അടിച്ച അതായത് ഒരു 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചില്ലായിരുന്നു, നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ആ സ്റ്റിച്ചിലൂടെ തന്നെ വെച്ച് അടിക്കണം. അതായിരിക്കും പെർഫെക്റ്റായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു അഭംഗി ഉണ്ടാവും. ആ സ്റ്റിച്ച് എവിടെയാണോ ആ സ്റ്റിച്ചിൻ്റെ സെയിം അതേ പോയിൻറ്റിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോരുക. ശ്രദ്ധിച്ചടിക്കുക, സ്പീഡിൽ അടിക്കാം. കുറച്ചും കൂടെ പെർഫെക്റ്റൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് സ്പീഡിൽ അടിക്കാം. പതുക്കെ സ്റ്റിച്ച് ചെയ്ത് പോവുക. പിന്നെ കൈ ഒന്ന് ബാക്കിൽ പിടിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും, തുണി ചെരിഞ്ഞു പോകാതെയൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട്. നമ്മൾ ചെയ്ത് അത് നമുക്കൊരു വശമായിക്കോളും. പിന്നെ ഇവിടെ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് വേറെ കളർ, അതായത് ബ്ലാക്ക് നൂലിട്ടാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്ന പോർഷൻ. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും വേറെ നൂലിട്ട് ചെയ്യരുത്, സെയിം കളർ നൂല് തന്നെ ഇട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ ചെയ്യുന്നത് നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വേറെ കളറിട്ട് നൂല് ചെയ്യുന്നത്. നമ്മൾ അവിടെ മടക്കി അടിച്ചതിന് ശേഷം ആ നെക്ക് ഒന്ന് ടോപ്പ് സ്റ്റിച്ച് അടിച്ച് കൊടുക്കണം. അതായത് ഫ്രണ്ടിൻ്റെ പോർഷനാണ് ഞാൻ ഈ കട്ട് ചെയ്തത്, കാരണം കെട്ട് നമുക്ക് വരേണ്ട മുൻവശത്തല്ലേ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നെക്ക് പാർട്ട്, അതായത് പകുതി കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ അവിടം വരെ വന്ന് ഈ സ്റ്റിച്ചിൻ്റെ എഡ്ജ് ഭാഗം ഒന്ന് മടക്കി വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ തുണി പൊങ്ങി നിൽക്കത്തില്ല, നൂലഴിഞ്ഞു പോരുന്ന രീതിയിൽ. അപ്പോൾ അവിടം കൂടെ ഒന്ന് മടക്കി അടിക്കണം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാൻ മറന്നു. നമ്മൾ ഈ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കെട്ട്, അതായത് ഫ്രണ്ടിൽ ആ കെട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് വേണ്ടേ, അതിന് ഡോറി എന്ന് നമുക്ക് പറയാം. അത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പം എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു 1.5 ഇഞ്ച് വീതിയിലുള്ള ഒരു നീളത്തിലുള്ള ഒരു ത്രെഡ് എടുക്കുക. നമുക്ക് എത്ര ലെങ്തിലുള്ള ത്രെഡാണോ വേണ്ടത് ആ ത്രെഡ് എടുക്കുക. അത് ജസ്റ്റ് സിമ്പിളായിട്ട് രണ്ടായിട്ട് അങ്ങ് മടക്കി അടിക്കുക. രണ്ടായിട്ടങ്ങ് മടക്കി അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പം
എന്നിട്ട് ഇതുണ്ട് ഇതുപോലെ ക്രോസ് ആയിട്ടും കൂടെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് വിടുക. അങ്ങനെ സിമ്പിളായിട്ട് ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വിടുക. രണ്ട് സൈഡ് രണ്ട് ഇങ്ങോട്ട് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തു, പിന്നെ ഇതുപോലെ ക്രോസ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇതുപോലൊരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ടൂൾ എടുക്കുക. എന്നിട്ട് ആ സ്റ്റിച്ച് ഇട്ട പോർഷൻ്റെ അവിടുന്ന് ഭാഗം നമ്മൾ ആ തുണിയുടെ ഉള്ളിലേക്ക് കയറ്റി വിടാൻ നോക്കണം. കണ്ടോ, കാണുന്നുണ്ടോ? അങ്ങനെ ജസ്റ്റ് ഉള്ളിലോട്ട് കയറ്റി അങ്ങ് വിടുക. പിന്നെ അതങ്ങ് കയറിപ്പോക്കോളൂ സിമ്പിളായിട്ട്. ഇതിൽ ഈ കെട്ട് ഞാൻ വലുതായിട്ടാണ് ചെയ്യുന്നത്, കാരണം അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയും വലിപ്പമുള്ളത് ഈ തുണിയിൽ ചെയ്യരുത് കുഞ്ഞുടുപ്പുകൾക്ക്, കാരണം ആ ഉടുപ്പിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ളതേ ചെയ്യാവുള്ളൂ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വലുതായിട്ട് ചെയ്താലേ മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടാണ് അത്രയും വലിപ്പത്തിലുള്ള ഒരു കെട്ട് ഇവിടെ ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ തിരിച്ച് നമ്മൾ ആ കുത്തി ഇറക്കി വിട്ട സാധനം ഇപ്പുറത്ത് വന്നു, നമ്മൾ നേരെ അതിന് തിരിച്ചിടുക. കണ്ടോ? അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതൊന്നും നമുക്ക് കാണാൻ പറ്റാതെ നല്ല ക്ലിയർ ആയിട്ട് വന്നതുകൊണ്ട് ഒരു കെട്ട് പോലെ. അപ്പോൾ അതിൻ്റെ ഒരു എഡ്ജ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇരിക്കും, ഒരു എഡ്ജ് ഓപ്പൺ ആയിട്ട് ഇരിക്കും. ആ ഓപ്പണായ എഡ്ജ് നമ്മൾ ആ കുഞ്ഞുടുപ്പിൻ്റെ കെട്ട് എവിടെയാണോ വരണ്ടേ അവിടെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. ഇതുപോലത്തെ 2 എണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് അത് നമ്മുടെ കുഞ്ഞുടുപ്പിൻ്റെ എഡ്ജിലേക്ക് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. എഡ്ജ് മടക്കി വയ്ക്കാതെ എഡ്ജ് ഒന്ന് മടക്കി അടിക്കുന്ന കാര്യം മറന്നു പോവല്ലേ. ഇത് അടുത്തത് നമ്മൾ ഒരു പാർട്ടായിരുന്നല്ലോ ഇപ്പോൾ ചെയ്തത്, അതിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് 2ആയിട്ട് കട്ട് ചെയ്തതിൻ്റെ ഒരു വശം ചെയ്തു. ഇത് അടുത്ത പ്രാവശ്യം ഞാൻ അതുപോലെ തന്നെ ചെയ്യാണ്. ഒരു പീസ് എടുത്തിട്ട് 1/4 ഇഞ്ച് മടക്കി ആദ്യം അടിച്ചു. പിന്നെ അതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ എഡ്ജും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കും. അതിൻ്റെ നെക്കും ഒന്ന് നമ്മൾ ഫിനിഷ് ചെയ്യും. ഒന്ന് ടോപ്പ് സ്റ്റിച്ച് അടിക്കണം. ഫ്രണ്ട് പോർഷൻ്റെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് അടിച്ച് കൊടുത്ത് വിടണം. അതിന് ബാക്കിലോട്ട് മടക്കി അടിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ ആ സ്റ്റിച്ച് നേരത്തെ ഇട്ടതാണ് അതിനുള്ളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ എവിടെയും ആയിട്ടിരിക്കുമ്പോൾ അത് വൃത്തികേടായിരിക്കും. നമ്മൾ സ്റ്റിച്ച് അങ്ങനെ എടുക്കുക. ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ നെക്കും കൂടി ഒന്ന് ഫിനിഷ് ചെയ്യണം. അത് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് അടിച്ച് കൊടുത്തില്ലായിരുന്നല്ലോ, അത് കട്ട് ചെയ്ത് ഫ്രണ്ട് പാർട്ടിൻ്റെ ഭാഗം മാത്രമേ നമ്മളിപ്പോൾ ടോപ്പ് സ്റ്റിച്ച് അടിച്ചിട്ടുള്ളൂ. ബാക്ക് പാർട്ടിൻ്റെ നെക്ക് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് അടിച്ച് ഫിനിഷ് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം ഞാൻ പറയാം, അവിടേക്ക് എത്തട്ടെ. നെക്കൊക്കെ അടിക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് വേണം അടിക്കാൻ, ഇല്ലെങ്കിൽ കയറി ഇറങ്ങിയൊക്കെ പോവും. പതിയെ അടിക്കുക. അപ്പോൾ അത് പിന്നീട് നമുക്കത് ശീലമായിട്ട് വന്നോളും. ഇതിൻ്റെ എഡ്ജിൽ നമ്മൾ കെട്ട് വയ്ക്കാനുള്ളതിൻ്റെ ഇത് വെച്ചു. അപ്പോൾ അത് ചെയ്യേണ്ടത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആദ്യം നമ്മളത് പുറത്തോട്ട് എടുക്കുന്നതിനൊക്കെ. പിന്നീട് അത് ചെയ്ത് ഇപ്പോൾ ഇങ്ങനെ വരും. ഇത്രയും വലിയ ത്രെഡ് കണ്ട് പേടിക്കണ്ട, ഞാനത് നിങ്ങളെ കാണിക്കാനാണ് ഇത്രയും വലിപ്പമുള്ള ഒരു ഇത് വെച്ചത്. ഇനി ഇതിൻ്റെ രണ്ടിനെയും നിവർത്തിയിട്ടിട്ട് നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യണം. ഈ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പം ഒരു കാര്യം നീ ശ്രദ്ധിച്ച് നോക്കി, ഇങ്ങനെ 2 എണ്ണം ചേർത്ത് വെച്ചിട്ട് നമ്മൾ ബാക്കിലെ കഴുത്ത് ടോപ്പ് സ്റ്റിച്ച് അടിച്ചില്ലല്ലോ, ആ അടിക്കാത്ത പോർഷനെ ഫ്രണ്ടിൻ്റെ
മുമ്പിലേക്ക്, അത് ഫ്രണ്ട് പാർട്ടിൻ്റെ മുൻവശത്തേക്ക് ഇങ്ങനെ തിരിച്ച് മടക്കിയെടുക്കുക. ഇങ്ങനെ വെച്ചതിനെ തിരിച്ച് ഇതുപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യുക. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിനെ നമുക്ക് ഒളിച്ചടിക്കുക എന്ന് പറയും. കുറച്ചും കൂടി ഒരു പെർഫെക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ സ്റ്റിച്ച് അടിക്കുമ്പോൾ നടുഭാഗത്ത് ഇങ്ങനെ പൊങ്ങിയിരിക്കത്തില്ലേ, രണ്ട് ഷോൾഡറും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച ഒരു ഭാഗം അങ്ങനെ പൊങ്ങിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ഫ്രണ്ട് പാർട്ടിലെ നെക്കിൻ്റെ ഭാഗം ബാക്കിലേക്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇപ്പോൾ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഇതിനെ നമ്മൾ തിരിച്ചെടുക്കുമ്പം കണ്ടോ, ഷോൾഡർ നമ്മൾ ഇതുപോലെ പെർഫെക്റ്റായിട്ട് കിട്ടും. കണ്ടോ, അതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ താഴോട്ട് കൂർത്തിരിക്കത്തില്ല. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ വരും. ഒരിക്കലും അതിങ്ങനെ പൊങ്ങി നിൽക്കത്തില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഞാൻ അയച്ചു തരാം. വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. മറ്റേ സൈഡും ഷോൾഡർ നമ്മൾ അതുപോലെ തന്നെ മടക്കി വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തു. ഇപ്പോൾ നമ്മൾ ഷോൾഡറും ജോയിൻ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ കൈ ഷോൾഡർ, അതായത് കൈയില്ലാത്ത ഒരു ഉടുപ്പാണല്ലോ നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ഈ കൈയുടെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കണം. ഞാൻ ഫ്രണ്ടിലെ നമ്മുടെ കെട്ടുടുപ്പിൻ്റെ ആ ഭാഗത്ത് വേറൊരു പീസ് വെച്ചല്ലേ കാണിച്ചു തന്നെ. ഇവിടെ ഞാനിതെങ്ങനെയാണ് മടക്കി അടിക്കുന്നത്, അവിടെ നമുക്ക് മടക്കി അടിക്കാം. ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ വേറെ പീസ് ഇപ്പോൾ വെക്കുന്നില്ല, അതിനെ മടക്കി അടിക്കുന്നത് കാണിച്ചു തരുവാണ് കേട്ടോ. ഇവിടെ നമ്മൾ ചീത്ത വശത്തേക്ക് ഒരു 1/4 ഇഞ്ച് വീതിയിൽ 2 മടക്ക്, ഒന്ന് മടക്കി ഒന്നോടെ മടക്കി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് പോവുക. 2 മടക്ക് വരണം, ഇല്ലെങ്കിൽ അത് നൂല് എഴഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, ഇതുപോലെ പതുക്കെ പിടിച്ച് മടക്കി അടിക്കുന്നത് കൊണ്ടാണ് ശരിക്കും പൈപ്പിംഗ് പോലെ വേറെ ബോർഡർ പൈപ്പിങ്ങോ അല്ലെങ്കിൽ വേറെ ഒരു പീസ് വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ പെർഫെക്റ്റ് ആവുന്നത്. ഞാൻ നിങ്ങൾക്കിത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു രീതിയിലും കൂടെ ചെയ്ത് കാണിച്ചു തരുന്നത്. ജസ്റ്റ് സിമ്പിളായിട്ട് മടക്കി അടിക്കുക. 1/4 ഇഞ്ച് വീതി മതിയാവും. ഇങ്ങനെ പിടിച്ച് വെച്ച് അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ 2 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്യണം, ഷോൾഡറിൻ്റെ 2 പോർഷനും. പതുക്കെ സ്റ്റിച്ച് ചെയ്താൽ മതി. ധൃതി പിടിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ശരിയാവാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. പതുക്കെ നമുക്ക് സ്പീഡിലാവുക. പിന്നെ ഈ എക്സ്ട്രാ കിടക്കുന്ന നൂലുകളൊക്കെ അപ്പോൾ തന്നെ കട്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. പിന്നീട് നമ്മളത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിട്ടു പോകും. അവിടെ ഇവിടെയൊക്കെ കുറേ നൂല് തൂങ്ങി കിടക്കാൻ ചാൻസ് ഉണ്ടാവും. കട്ട് ചെയ്ത് വരുമ്പോൾ അപ്പോൾ തന്നെ എക്സ്ട്രാ നൂലുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. അല്ല, സ്റ്റിച്ചിൽ എക്സ്ട്രാ നൂല് കട്ട് ചെയ്ത് കളയാൻ ശ്രദ്ധിക്കുക. ഇത് മറ്റേ സൈഡും ഇത് അതുപോലെ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്യും. ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് അഴിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അതൊന്നുകൂടെ അവിടെ സ്റ്റിച്ച് അഴിച്ചപ്പോൾ ചെയ്തപ്പോൾ നൂല് പൊട്ടിപ്പോയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കാരണം ഇതുപോലെ പിടിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന കാര്യം മറക്കല്ലേ, അല്ലെങ്കിൽ അത് കയ്യിൽ നിന്ന് തന്നെ പോകും. ശ്രദ്ധയോടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അപ്പോൾ നമ്മൾ ഷോൾഡർ അല്ല കൈയുടെ ഭാഗങ്ങൾ കൈക്കുടിയുടെ ഭാഗങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് സൈഡും ചേർത്ത് അടിക്കുന്ന ഒറ്റ ജോലിയേ ഉള്ളൂ. പിന്നെ അടിയൊന്ന് സ്റ്റിച്ച് ചെയ്ത് മടക്കി അടിക്കാമല്ലോ. അപ്പോൾ രണ്ട് സൈഡും ചേർത്തിട്ട് നമ്മുടെ അളവ് എത്രയാണോ അത് വെച്ച് നോക്കിയതിന് ശേഷം കുഞ്ഞുടുപ്പിൻ്റെ കാര്യത്തിൽ വ്യത്യാസമൊന്നും വരില്ല. നമുക്കൊരു ഏകദേശം ഐഡിയ ഉണ്ടാവും. 1.5 ഇഞ്ച് ലൂസിലങ്ങ് ഇട്ടാൽ മതി. അല്ലാതെ മറ്റുള്ള ഗാർമെൻറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അളവ് നോക്കിയിട്ടേ അതിൻ്റെ രണ്ട് സൈഡും ചേർത്ത് അടിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിൻ്റെയും നല്ല വശവും ചേർത്ത് വയ്ക്കുക. അതായത് മറിച്ചിട്ടിട്ട് രണ്ട് സൈഡും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്യുക. എന്നെ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ അടിനൂലിൽ ചെറിയൊരു ഇത് വന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചുരുണ്ട് വരുന്നത്. അതൊക്കെ ശ്രദ്ധിച്ച് വേണം കേട്ടോ. ഇതിപ്പോൾ ആർക്കും ഇടാനുള്ള ഡ്രസ്സല്ല. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരുന്നതായതുകൊണ്ടാണ് ഞാനതിൽ കൂടുതൽ പണിയാതിരുന്നത്. മറ്റുള്ള നമ്മളത് അടിനൂലിലൊക്കെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി ഇടയ്ക്ക് സ്റ്റിച്ചിങ്ങിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷമേ നമ്മൾ ക്ലിയർ ചെയ്യാവുള്ളൂ. പക്ഷേ എല്ലാം ഒരു ഡബിൾ സ്റ്റിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് വിടണം. ഒറ്റ സിംഗിൾ സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് നമുക്കതിലൊരു ഉറപ്പ് കിട്ടത്തില്ല, പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ അതങ്ങനെ. പിന്നെ നമ്മൾ ഇനി അതിൻ്റെ അടിവശം മടക്കി അടിച്ചു കൊടുക്കണം. അതും 1/4 ഇഞ്ച് വീതിയിൽ രണ്ടായിട്ട് മടക്കി വേണം അടിച്ചു കൊടുക്കാൻ. കണ്ട 1/4 ഇഞ്ച് വീതിയിൽ ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കുക. അത് അങ്ങ് അറ്റം വരെ മൊത്തം പോർഷൻ. ഇപ്പം ഞാൻ അടിച്ചു വന്നപ്പോൾ പകുതി എൻ്റെ നൂല് പൊട്ടിപ്പോയി. പിന്നെ ബാക്കി അടിക്കാൻ സമയം കിട്ടിയില്ല. അപ്പോഴത്തേക്കും കുഞ്ഞ് കിടന്ന് കരഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ പോർഷൻ സ്റ്റിച്ച് ചെയ്യാതിരുന്നത്. ബാക്കിയുള്ള പോർഷൻ പക്ഷെ നിങ്ങളങ്ങനെ ചെയ്യരുത്. മൊത്തം സ്റ്റിച്ച് ചെയ്ത് വിടണം എല്ലാ ഭാഗവും കൊണ്ട്. ഇങ്ങനെ ഒരു സിമ്പിളായ കുട്ടി ഉടുപ്പ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട്